5.5 കോടി ഫൈനൽ വാണിങ്ങിന്റെ അടുത്ത വാണി ഇത്ര പൈസ കൊടുത്തിട്ടായാലും 10 നമ്മുടെ ടീമിൽ എത്തിക്കണം. വെറുതെ ഞഞ്ഞ പിഞ്ഞ വിളിയൊന്നും വേണ്ടെന്ന് പറ അഭിഷേക് ഏട്ടനോട്. ആരെന്ത് വിളിക്കുന്നു അതിന്റെ ഡബിൾ. ഷാറുഖ് 18 കോടിയിലും കൊടുത്തിട്ട് അവനെ വേണം. അവന്റെ ആതിര വൈഡറിയലായിരിക്കുവേ. ഒന്നും സാറില്ല, ചേക്കാൻ നല്ലോണം പറഞ്ഞോളൂ. വൈഡറിയുന്നു, ഞാൻ സ്റ്റാൻഡ് കയറി നിൽക്കുന്നു. ഞാൻ വിളിക്കൂ. ഇതാ വിളിക്കാൻ പോക്കാന്നെ, പിന്നെ പറഞ്ഞിട്ടില്ലാന്ന് പറയാറ്. അവിടെ ഞാനൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അതാരാ? ഗ്രീനിന്റെ ഫസ്റ്റ് ബിഡ് നമുക്ക് വേണം ചെക്കന. ശുഭപ്രതീക്ഷ 100% വിജയം. പോയാ. അല്ലെങ്കിലും നമ്മളിപ്പോഴത്തെ പാവപ്പെട്ടവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോടാ. സ്വയംകണ്ണ ഈ 4 കളി മാത്രം കളിക്കുന്ന പ്ലെയർ ഇത്രപ്പാട് പൈസ കൊടുത്ത് മേടിക്കുന്നത് നഷ്ടല്ലേ? കഴിഞ്ഞ ഓപ്ഷനിൽ 2 കളി കളിക്കാൻ മാത്രം ഞാനൊരുത്തിന് 27 കോടി കൊടുത്ത് മേടിച്ചിട്ടില്ലേ? അത്രക്കൊന്നും വരൂലല്ലേ ഇത്. അതാരാ? വിളിക്കട്ടെ. ഇനി രാഹുലായി, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. നമ്മൾ വേറൊരു പ്ലേയേഴ്സിനെയും വാങ്ങാണ്ട് എന്തിനാ ഈ അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് ഇത്രപ്പാട് പൈസ കൊടുത്ത് മേടിക്കുന്നത്? കാരണം അവിടെ ഒരു അൺക്യാപ്ഡ് പ്ലെയർ നമ്മളെ കാത്തു നിൽക്കുന്നില്ലടാ. അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ഈ ടീമിന്റെ ഐശ്വര്യം. അവേച്ചി, എന്താണ് നമ്മുടെ ഓപ്ഷൻ സ്ട്രാറ്റജി? ഇപ്രാവശ്യം തക്ലോണനാണ് എന്റെ റോൾ മോഡൽ. എല്ലാ പ്ലേയേഴ്സിന്റെയും പൈസ കയറ്റി വിടണം, പ്രത്യേകിച്ച് CSK വിളിക്കുന്ന പ്ലേയേഴ്സിന്റെ. അല്ല, നിങ്ങൾ നമ്മളെ സർപ്പഞ്ചിനെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഓപ്ഷൻ വിളിക്കാനാണ്. എല്ലാം മറന്നുപോയെന്ന് വിചാരിച്ചിട്ട്. പിന്നെയും ഫൈനൽ വാണി ആരുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾക്ക് പ്ലേയേഴ്സ് കമ്മീഷൻ എങ്ങാൻ തരുന്നുണ്ട് അധികം പൈസക്ക് മേടിച്ചു കൊടുത്താല്? എന്നാ പിന്നെ നിങ്ങൾക്ക് ആ ചുറ്റിക എടുത്ത് അടിക്കാറ്. ഇതെത്ര സമയം? നീ ആ ചുറ്റിക എന്നിട്ടെ ഇവക്ക് നമ്മള് പ്ലേയേഴ്സിനെ വിളിക്കുമ്പോൾ മാത്രം ഒരു വൈക്ലഭ്യം. രോഹിത് ഭായി, ഒരു സർപ്രൈസ് ഉണ്ടേ. നിങ്ങളെ പണ്ടത്തെ ഓപ്പണിംഗ് പാർട്ട്ണർ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പ് നോക്ക്. കണ്ട്. അല്ലപ്പ ഇഷാൻ കിഷൻ നിങ്ങൾ എങ്ങനെയാ ഓപ്ഷനിൽ മേടിച്ചോ? ഓൻ ലിസ്റ്റിലില്ലല്ലോ. ഇഷാൻ കിഷനല്ലപ്പ, അത് ഡീകോക്കം. നമുക്ക് പണ്ടത്തെ 2020 തിരിച്ചു കൊണ്ടുവരണ്ടേ? ഹെൽമെറ്റ് ഇട്ടിട്ടാകുമ്പോ ഇഷാൻ കിഷനെ പോലെ തന്നെ ഉണ്ടല്ലേ. നിന്റെ ആരെങ്കിലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? കാവ്യമോൾ എന്റെ സ്ട്രാറ്റജി കോപ്പി അടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇടയ്ക്കെങ്കിലും അതൊന്നും എടുത്ത് പൊന്തിക്കാട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ ക്ഷണിച്ചിട്ടില്ല എന്ന് വിചാരിക്കുമല്ലേ മറ്റുള്ളവര്. ഓൾറെഡി 3 കീപ്പർമാരില്ലേ, പിന്നെയും എന്തിനാ നമ്മള് കീപ്പർ വാങ്ങുന്നത്? അത് പിന്നെ ആടേരി അവിടെ നമുക്കൊരു വിക്കറ്റ് കീപ്പർ കാത്തു നിൽക്കുന്നുണ്ട്. വിക്കറ്റ് കീപ്പർ മാറി ടീമിന്റെ ഐശ്വര്യം അല്ലേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. 2 കീപ്പർമാർ ഇപ്പുറത്തെ സ്റ്റെമ്പിന്റെ ബാക്കിൽ നിർത്താം, 2 കീപ്പർമാർ ഇപ്പുറത്തെ സ്റ്റെമ്പിന്റെ ബാക്കിൽ നിർത്താം. വെറൈറ്റി ആവട്ടെ. 5 പോയോണ്ട് മലയാളി ഫാൻസ് കുറച്ച് സങ്കടത്തിലായിരിക്കും. അതുകൊണ്ടൊരു മലയാളി പ്ലെയർ വേണം. മതി വിഘ്നേഷ് മതി. ക്യാമറോൺ ഗ്രീനെ കിട്ടുമോ? വിളിക്ക്, ഉള്ളത് മൊത്തം വിളിക്കൂ, ഒരു എന്റർടൈൻമെന്റ് ആവട്ടെ. ബംഗ്ലാദേശിൽ നിന്ന് ഫിസിനെ വാങ്ങിയല്ലേ? വാങ്ങി, നല്ലല്ലേ? കണ്ടറിയണം കൊൽക്കത്തെ, നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നു. എന്നാലും 14.2 കോടിയെല്ലാം കൊടുത്തിട്ട് അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ മേടിക്കുമെന്ന് പറഞ്ഞാല് 14.2 ഓ മൈ ഗോഡ്. സഞ്ജു, കേക്വാഡ്, സർഫ്രാസ് ഖാൻ, ഇവർ 3 പേരുമാണ് ഞങ്ങളുടെ ഹീറോസ്. യു സി ദ ഐറണി, ഡോണ്ട് യു? ഇവർ 3 പേരെയും BCCI തോപ്പിച്ചതാണ്. BCCI തോപ്പിച്ചാൽ നമ്മളിങ്ങെടുക്കും. എങ്ങനെയെങ്കിലും ആ ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പർ ആവാന്ന് വിചാരിച്ചപ്പോൾ റിട്ടയർമെന്റും കളഞ്ഞിട്ട് നിങ്ങളവിടെ വന്നു. ഞാൻ സഹിച്ച്, രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ മുംബൈയിൽ നിന്ന് ഗതി പിടിക്കാൻ നോക്കുമ്പോൾ 1 കോടി ആദ്യം ഇങ്ങോട്ടേക്ക് വന്നു. ഞാനെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തിനി? എന്ത് വില കൊടുത്തു രാഹുൽ ചഹറിനെ നമുക്ക് മേടിക്കണം? നമ്മളെ ചഹറിനെ അവര് കൊണ്ടുപോയില്ലേ? അതുകൊണ്ട് അവിടെ പണ്ട് കളിച്ച ചഹറിനെ നമുക്ക് ഇങ്ങോട്ട് ഇത് റിവെഞ്ച് ഫോർ എ റീസൺ. അപ്പം നമുക്ക് ബോളർമാരല്ലേ വേണ്ടി? ഇതിപ്പം ബാറ്റേഴ്സിനെ മേടിച്ചിട്ടുള്ളൂ. ഫുള്ള് വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായില്ലേ? നമ്മൾ ബാറ്റ് ചെയ്യോടാ. ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ കൈകൂപ്പി നിന്നിട്ട് പ്രാർത്ഥിക്കും. RCB എല്ലാം പണ്ട് ഇങ്ങനെ പോലും ചെയ്യും. ഈശ്വരാ ഭഗവാനെ, ആ പ്ലെയറിനെ SRH തന്നെ കിട്ടണേ. എടാ, നീ SRH ഫാനാ? പിന്നെ എനിക്ക് ഓറ് പ്ലെയറിനെ മേടിച്ചപ്പോ ഇത്ര സന്തോഷം. നീ ആ ഏച്ചിന്റെ ചിരി കണ്ടാടാ? ഒരു ചിരി കണ്ടാൽ മൊഴി കണ്ടാൽ അത് മതി. അടുത്ത IPL പ്ലെയർ ക്യാമോ പോലെ ഓണർ ക്യാമോ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചാബ് കിങ്സിന്റെ ഓപ്ഷൻ പാഡിൽ വെക്കാനുണ്ട് ഫ്രഷ് സാധനം. ചെറിയൊരു സംശയം, നമ്മൾ ടീമിന്റെ പേര് പഞ്ചാബ് കിങ്സ് എന്ന് മാറ്റിയിട്ട് ഓസ്ട്രേലിയൻ കിങ്സ് എന്ന് മാറ്റുന്നുണ്ടോ? അല്ല, നിങ്ങൾ റിക്കി പോണ്ടിങ്ങിന് ഒരു മിനി ഓസ്ട്രേലിയ ഉണ്ടാക്കി കൊടുത്തോണ്ട് ചോദിച്ചാൽ? അല്ല, നമുക്കിപ്പോൾ ഓൾറെഡി 2-3 കീപ്പർമാരില്ലേ, പിന്നെ എന്തിനാ ഇത്രപാട് പൈസ കൊടുത്ത് വേറൊരു കീപ്പർ? പിന്നെ ആ ചെന്നൈയും കുറെ കീപ്പേഴ്സിനെ മേടിച്ചിടുന്നുണ്ടെന്ന്. അഥവാ നമുക്ക് 5 കപ്പ് കിട്ടിയാലോ? റീസൺ. നിനക്ക് നമ്മളെ പണ്ടത്തെ RCBനെ ഓർമ്മയുണ്ടാ? ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന കാലം.
അൽസാരി ജോസഫിന് കോടികൾ കൊടുത്ത് വാങ്ങിയ കാലം. ഇപ്പം നമ്മളെ ടീം നോക്കിയട്ടെ, ബാറ്റ് ചെയ്യാനും ആളുണ്ട്, ബോള് ചെയ്യാനും ആളുണ്ട്. നമ്മളെ ബാക്കപ്പ് ബോളർ ആരാന്ന് അറിയുന്ന എനിക്ക് T20 2ാമത്തെ റാങ്കിങ്ങിലുള്ള ബോളർ. ഈ സാലയും കപ്പ് നമ്മുടെ മോനെ പ്രതി നിന്നെ നമ്മൾ വിളിച്ചെടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ നിന്റെ ലാസ്റ്റത്തെ ഫൈനൽ ചാൻസ് ആണ്. താന്തോന്നിയിലെ പൃഥ്വിരാജിനെ പോലെ ആവണം നീ ഇപ്രാവശ്യം. എത്ര പാക്കറ്റ് മാഗി വണ്ടിക്കിലും അങ്കിള് വാങ്ങിത്തരാം. ഓക്കെ, അല്ല ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇപ്രാവശ്യം ടോപ്പ് 3 ബാറ്റ്സ്മാൻമാരെ തന്നെ ശരണം. മക്കളെ ഇങ്ങളെ പേടിക്കണ്ട, മിഡിൽ ഓർഡറിൽ കളിക്കാൻ ജേസൺ ഹോൾഡർ വാങ്ങിയിട്ടുണ്ട്. മിഡിൽ ഓർഡർ കളിക്കാൻ ഹോൾഡർ വാങ്ങിനല്ലേ? അപ്പൊ ഇപ്രാവശ്യം ടോപ്പ് 3 ബാറ്റ്സ്മാൻമാരെ തന്നെ ശരണം. ഈ മഹാഭാവികൾ എന്നായി കാണിക്കുന്നു. ഇവിടെ നഴ്സറി എങ്ങാൻ തുടങ്ങാൻ പോകുന്നുണ്ട് ഇവര്. പ്രായപൂർത്തിയായ ആരെങ്കിലും വിളിച്ചെടുക്കടാ. സ്മിത്തല്ലോ ഇല്ലേ?